Good morning, students. Today we will discuss the module number 2, multivariable calculus differentiation. Multivariable calculus differentiationile നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കണ്ടന്റ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കണ്ടന്റ്സ് ഇതാണ്: കൺസെപ്റ്റ് ഓഫ് ലിമിറ്റ് ആൻഡ് കണ്ടിന്യൂറ്റി ഓഫ് ഫംഗ്ഷൻ ഓഫ് ടു വേരിയബിൾസ് പാർഷ്യൽ ഡെറിവേറ്റീവ്സ്. The second point, differentials, local linear approximation. Third point, chain rule, total derivatives. The fourth point, maxima and minima. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ മോഡ്യൂളിൽ പഠിച്ചെടുക്കേണ്ടത്. ഈ മോഡ്യൂൾ പഠിക്കാനായിട്ട് നമ്മൾ +2 പഠിച്ച ഡിഫറൻസിയേഷനിൽ പഠിച്ച സ്റ്റാൻഡേർഡ് റിസൾട്ടുകളെല്ലാം നമ്മുടെ മനസ്സിലുണ്ടാകണം. നമ്മൾ +2 y is equal to f of x, that function containing only one variable, ഒരു വേരിയബിളിനെ ബേസ് ചെയ്ത് ഇപ്പൊ y is equal to sin x ആണെങ്കിൽ dy by dx എന്താണ്? dy by dx equal to cos x. നമ്മൾ ഇങ്ങനത്തെ കുറെ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളാണ് പഠിച്ചു വെച്ചത്. ഇവിടെ x is a independent variable, y is a dependent variable. Here y containing only one variable. ഇവിടെ നമ്മൾ BTECH സിലബസിലെ രണ്ടാമത്തെ മോഡ്യൂളായ മൾട്ടിവേരിയബിൾ കാൽക്കുലസ് ഡിഫറൻസിയേഷനിലോട്ട് നീങ്ങുമ്പോൾ ഇവിടെ നമുക്ക് ഫംഗ്ഷൻ കണ്ടെയ്നിങ് z is equal to f of xy. ഈ ഫംഗ്ഷനിൽ രണ്ട് വേരിയബിൾ ഉണ്ടാവും. x and y are ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് z is a ഡിപെൻഡന്റ് വേരിയബിൾ. അപ്പൊ ഇവിടെ നമ്മൾ ഡിഫറൻസിയേഷൻ എടുക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന ഡിഫറൻസിയേഷന്റെ പേരാണ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ, പാർഷ്യൽ ഡെറിവേറ്റീവ്. അതായത് നമ്മൾ z എന്ന ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ z is equal to f of xy, പിന്നെ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു x, ഡോ z by ഡോ x എന്നാണ് എഴുതുന്നത്. ഇത് എഴുതുന്നത് എന്താണ്? നമ്മൾ z വെച്ച് ഇതിനെ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എഴുതുന്നത് എന്താണ്? ഡോ z by ഡോ x. ഡോ z by ഡോ x ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇതിൽ രണ്ട് വേരിയബിൾ ഉണ്ട്, രണ്ട് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. x ആൻഡ് y ആർ ഇൻഡിപെൻഡന്റ് വേരിയബിൾ. x വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ y എന്ന വേരിയബിളിനെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. y എന്ന വേരിയബിളിനെ കോൺസ്റ്റന്റ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് ഡോ z by ഡോ x. ഡോ z by ഡോ x is also denoted as zx. It is also denoted as f of x. ഈ മൂന്ന് വിധത്തില് ഈ ഡെറിവേറ്റീവ് നൊട്ടേഷൻ ഉണ്ട്. അതായത് ഡോ z by ഡോ x എന്ന് പറഞ്ഞാലും zx എന്ന് പറഞ്ഞാലും fx എന്ന് പറഞ്ഞാലും ഒന്നാണ്. അതായത് തന്നിരിക്കുന്ന ഫംഗ്ഷനെ x വേരിയബിളായി കണ്ടുകൊണ്ട് നമ്മൾ അതിന്റെ ഡിഫറൻസിയേഷൻ എടുക്കുന്നു. അതിനെ പറയുന്ന പേരാണ് പാർഷ്യൽ ഡെറിവേറ്റീവ്. അങ്ങനെ നമ്മൾ എക്സിനെ വേരിയബിളായിട്ട് കണ്ടുകൊണ്ട് ഡിഫറൻസിയേഷൻ എടുക്കുമ്പോൾ y എന്ന വേരിയബിളിനെ നമ്മൾ എന്താക്കുന്നു? കോൺസ്റ്റന്റ് ആയിട്ട് കാണുന്നു. yനെ കോൺസ്റ്റന്റ് ആക്കി വേണം ചെയ്യാനായിട്ട്. അപ്പൊ എക്സിനെ വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ റിസൾട്ടുകളും നമ്മൾ +2 പഠിച്ച റിസൾട്ടുകൾ തന്നെയാണ് അപ്ലൈ ചെയ്യുക. അപ്പൊ +2 പഠിച്ച സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ, ഡിഫറൻസിയേഷനിൽ പഠിച്ച എല്ലാ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളും നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് രണ്ടാമത്തെ മോഡുളായ മൾട്ടിവേരിയബിൾ കാൽക്കുലസ് ഡിഫറൻസിയേഷൻ പഠിച്ചെടുക്കാൻ സാധിക്കും. ഈ സെയിം ഫംഗ്ഷൻ തന്നെ നമ്മൾ ഡോ z by ഡോ y, when we partially differentiating with respect to y വെച്ച് ചെയ്യുമ്പോൾ ഇവിടെ ആരാണ് കോൺസ്റ്റന്റ്? x കോൺസ്റ്റന്റ് ആയിട്ട് നമ്മൾ കാണണം. എക്സിനെ നമ്മൾ എന്തായിട്ട് കാണണം? എക്സിനെ കോൺസ്റ്റന്റ് ആയിട്ട് കാണണം. അപ്പോ y ആണ് വേരിയബിൾ. അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ഡോ z by ഡോ y. ഇതിന് ആൾസോ നമുക്ക് ഡിനോട്ട് ചെയ്യാം z by or f. ഈ മൂന്ന് നൊട്ടേഷനും ഇതിന് വേണ്ടിയുള്ളതാണ്. ഡോ z by ഡോ y എന്ന് പറയാം, z y എന്ന് പറയാം, f y എന്ന് പറയാം. അപ്പൊ ഒരു വേരിയബിളിനെ കോൺസ്റ്റന്റ് ആക്കി മറ്റൊരു വേരിയബിളിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് മൾട്ടിവേരിയബിൾ കാൽക്കുലസ് ഡിഫറൻസിയേഷൻ. ഇനി അങ്ങോട്ട് കടക്കും തോറും രണ്ടോ മൂന്നോ വേരിയബിൾ, ഒന്നിൽ കൂടുതൽ വേരിയബിൾ വരുമ്പോൾ, 3 വേരിയബിൾ ഉണ്ടെങ്കിൽ ഒരു വേരിയബിളിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യും, മറ്റു 2 വേരിയബിൾ നമ്മൾ എന്താക്കുന്നു? കോൺസ്റ്റന്റ് ആക്കി ട്രീറ്റ് ചെയ്യുന്നു. റിസൾട്ടുകളെല്ലാം തന്നെ ഡിഫറൻസിയേഷനിൽ നമ്മൾ +2 പഠിച്ച റിസൾട്ടുകൾ മാത്രം നമ്മൾ ഓർത്തിരുന്നാൽ മതി. ആ റിസൾട്ടുകൾ ഉപയോഗിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ഒന്നിനെ കോൺസ്റ്റന്റ് ആക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. അങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു മോഡ്യൂൾ നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താണ്?
+2 പഠിച്ച എല്ലാ സ്റ്റാൻഡേർഡ് റിസൾട്ടുകളും നിങ്ങൾ കൃത്യമായിട്ട് എഴുതി വെക്കുക. ആ റിസൾട്ട് നോക്കി ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. നമ്മൾ ഇവിടെ ചെയ്യുന്ന ഡിഫറൻസിയേഷൻ എന്താണ്? പാർഷ്യൽ ഡിഫറൻസിയേഷൻ ആണ്. നമ്മൾ ചെയ്യുന്ന ഡിഫറൻസിയേഷൻ എന്താണ്? പാർഷ്യൽ ഡിഫറൻസിയേഷൻ. എന്തുകൊണ്ടാണ് പാർഷ്യൽ എന്ന് പറയുന്നത്? ഒരു വേരിയബിളിനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കുന്നു, ഒരു വേരിയബിളിനെ നമ്മൾ വേരിയബിൾ ആക്കി കണ്ടുകൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ഇപ്പൊ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ ഇസഡ് എന്ന ഫംഗ്ഷനിൽ 2 വേരിയബിൾ ഉണ്ട്. 2 വേരിയബിൾ, ഒന്നിൽ കൂടുതൽ വേരിയബിൾ ഉണ്ട്. അപ്പോ ഡോ ഇസഡ് ബൈ ഡോ എക്സ് എന്ന് പറയുമ്പോൾ എക്സ് വെച്ച് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, ബാക്കി എല്ലാ വേരിയബിൾസിനെയും നമ്മൾ കോൺസ്റ്റന്റ് ആക്കി മാറ്റുന്നു. അങ്ങനെ ഡിഫറൻസിയേഷൻ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ആണ് രണ്ടാമത്തെ മോഡ്യൂളായ മൾട്ടി വേരിയബിൾ കാൽക്കുലസ് ഡിഫറൻസിയേഷൻ ഉള്ളത്. അപ്പൊ നിർബന്ധമായിട്ടും നിങ്ങൾ ഈ +2 പഠിച്ച ഡിഫറൻസിയേഷന്റെ സ്റ്റാൻഡേർഡ് റിസൾട്ടുകൾ നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ അറിഞ്ഞിരുന്നാൽ നമുക്ക് ഈ മോഡ്യൂള് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. അപ്പോ ഇത് മറന്നുപോയിട്ടുള്ളവർ കൃത്യമായിട്ട് അത് എഴുതി വെക്കുക. അങ്ങനെ എഴുതി വെച്ച് അതിലേക്ക് നോക്കി ഇത് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ.